വെറുതെ എടുക്കുന്ന അക്വേറിയങ്ങളോ ഫ്രിഡ്ജ് ബോക്സോ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതിൻ്റെ ഉയരത്തിലായിട്ട് ഇങ്ങനെയുള്ള ചട്ടികൾ വെച്ചിട്ട് വെള്ളം കയറണം ഇറങ്ങണം. അതിനുവേണ്ടി ഒരു ടൈമർ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വെള്ളം എപ്പോഴും കയറി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കണം. വളരെ വാട്ട്സ് കുറഞ്ഞ പമ്പുകളാണ്, കറണ്ട് ബില്ലൊന്നും അധികം വരില്ല, ഒരു പേടിയും പേടിക്കേണ്ട. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സിസ്റ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ പരീക്ഷിച്ച് നോക്കും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വലിയ സിസ്റ്റങ്ങളിലൊക്കെ നമുക്ക് മാറാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ മാറാം. ഒരു റോക്കറ്റ് സയൻസും ഇല്ല, ഒരു പ്രശ്നവുമില്ല. വളരെ സിമ്പിളാണ്. ഇതൊന്നും വലിയ പഠിച്ചത് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലാണ്. വെള്ളം കയറണം ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഐഡിയ പ്രകാരം എങ്ങനെ വേണം ചെയ്യാം. ഒരുപാട് ഐഡിയ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ വീടിൻ്റെ ഇതിനനുസരിച്ച് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അത് ആസ്വദിക്കാനും അവിടെ ഇരുന്നിട്ട് മത്സ്യങ്ങളെ കാണാനും അവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ അതിലൂടെ കിട്ടുന്ന പച്ചക്കറികൾ ഇതുണ്ടല്ല, തക്കാളിയൊക്കെ എത്ര മനോഹരമായിട്ടുണ്ടായിട്ടുള്ളതെന്നൊക്കെ. ഇതിനൊന്നൊരു കീടങ്ങളുടെ യാതൊരുവിധ കീടനാശിനി ഞങ്ങൾ അടിക്കുന്നില്ല കേട്ടോ. ഇതിന് നല്ല വെയിലുള്ളതുകൊണ്ടാണ് 6 മണിക്കൂറോളം മിനിമം വെയിൽ കിട്ടുമ്പോൾ നല്ല കരുത്തോടെ ഉണ്ടാകും. കീടങ്ങളുടെ ശല്യം വളരെയധികം കുറയും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞക്കണി നീലക്കണി പോലുള്ള കെണികൾ വെച്ച് കൊടുത്താൽ മതി. വേറെ മരുന്നുകളൊന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേറെ മെനക്കെടൊന്നുമില്ല. അപ്പോൾ വെള്ളം എപ്പോഴും കയറി ഇറങ്ങുമ്പോൾ അവർക്ക് വേണ്ട മൂലകൾ കിട്ടുന്നു, ഓക്സിജൻ കിട്ടുന്നു, ചെടികൾ കരുത്തോടെ വളരുന്നു. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രവർത്തനം.